കെഎസ്ആർടിസിയിലെ അനിശ്ചിതകാല പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞു. ജീവനക്കാരുടെ സംഘടനകളുമായി ഗതാഗത മന്ത്രി തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. തൊഴിലാളികൾ സമരത്തിൽ നിന്ന് പിന്മാറുമെന്ന് ശുഭപ്രതീക്ഷയെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ. പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംയുക്ത സമരസമിതി പ്രതികരിച്ചിരുന്നു. സർക്കാർ ജനാധിപത്യപരമായ രീതിയിൽ ചെയ്യേണ്ട നടപടികളെല്ലാം സ്വീകരിക്കും എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. എന്ത് ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ഇത്തരത്തിൽ ഹൈക്കോടതി പോലും ഇടപെട്ട് സമരം ബാധ്യത പറയാൻ വീണ്ടും സമരമായി മുന്നോട്ട് പോകുന്ന നിലപാട് രാഷ്ട്രീയപരമായ നിലപാട്. അല്ല, കോടതി വിധികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് സർക്കാർ യൂണിയനുകളോട് ഉപദേശിക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നില്ല. നമ്മുടെ കേരളത്തിൽ നിയമം ലംഘിച്ചുകൊണ്ടും കോടതി വിധികളെ മറികടന്നുകൊണ്ടുമുള്ള പ്രക്ഷോഭ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. പക്ഷേ കോടതി വിധിയോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് സർക്കാർ അവരെ ഉപദേശിക്കുകയില്ല. കാരണം കെ ടി ജലീൽ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഈ കുട്ടികളെ ഈ ഒരു തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അവർക്കൊരു പരിശീലനം, അവർ നെറ്റുണ്ട്, PhD ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് സർവീസിൻ്റെ തന്നെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു ട്രെയിനിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആ കാര്യത്തിൽ ചില പ്രപ്പോസലുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശം. വളരെ ആവശ്യമാണത്. കാരണം ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ട്രെയിനിങ് ഉണ്ട്. ഏതൊരു മേഖലയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യപ്പെടുമ്പോഴും നമുക്ക് കപ്പാസിറ്റി ഉണ്ട്, എഫിഷ്യൻ്റാണ്, എല്ലാം ശരി. പക്ഷേ ആ ജോലി എങ്ങനെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളത്, അവർ ന്യൂ കമേഴ്സ് ആണല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു അവബോധം ഇല്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശം. എങ്ങനെ റിയാക്ട് ചെയ്യും നമ്മളുടെ അധ്യാപക സമൂഹം എന്ന് അറിയില്ല. പക്ഷേ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇത് ഞങ്ങളുടെ ലോഗോ പ്രകാശനമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യണം. അല്ല, അവർക്ക് മന്ത്രി കെ ടി ജലീൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇന്ന് അർദ്ധരാത്രി മുതൽ കെഎസ്ആർടിസി ജീവനക്കാർ പ്രഖ്യാപിച്ചിരുന്ന സമരം ഹൈക്കോടതി തടഞ്ഞു. പണിമുടക്കിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഒത്തുതീർപ്പ് ചർച്ചകളിൽ പങ്കെടുക്കാൻ കോടതി തൊഴിലാളി സംഘടനകളോട് നിർദ്ദേശിച്ചു. രാവിലെ ഹർജി പരിഗണിച്ച കോടതി അനുരഞ്ജന ചർച്ചകളുടെ തീരുമാനമറിയിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. ചർച്ച പരാജയപ്പെട്ടതായും ചർച്ചകൾ തുടരുമെന്നും ഉച്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കവേ സർക്കാർ കോടതിയെ അറിയിച്ചു. നാളെ രാവിലെ 10-ന് അടുത്ത ഘട്ടം ചർച്ച തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് സമരം തടഞ്ഞ് ഉത്തരവിട്ട കോടതി ചർച്ചകളിൽ പങ്കെടുക്കാൻ ട്രേഡ് യൂണിയനുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. രാവിലെ ഹർജി പരിഗണിക്കവേ സമരത്തെ കോടതി വിമർശിച്ചു. ചർച്ചകൾ നടക്കുമ്പോൾ സമരം പ്രഖ്യാപിച്ചത് ശരിയാണോ എന്ന് കോടതി ചോദിച്ചു. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് എന്തിനാണ് സമരം? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് എന്നും കോടതി ആരാഞ്ഞു. യാത്രക്കാരുടെ അവകാശങ്ങൾ കൂടി പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു. നേരത്തെ നോട്ടീസ് നൽകിയെന്നത് സമരത്തിനുള്ള ന്യായീകരണമല്ലെന്നും യൂണിയനുകളെ കോടതി ഓർമ്മിപ്പിച്ചു. എന്നാൽ അനുരഞ്ജന ചർച്ച വൈകിച്ചതിന് KSRTC മാനേജ്മെന്റിനെയും കോടതി വിമർശിച്ചു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മാനേജ്മെന്റിന് ബാധ്യതയുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. തുടർന്നാണ് ചർച്ചകൾ തുടരാൻ സർക്കാരിനോടും KSRTCയോടും ട്രേഡ് യൂണിയനുകളോടും നിർദ്ദേശിച്ച് കോടതി ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പാട് വിഷയം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. താൽക്കാലികമായി കടലിൽ നിന്നുള്ള മണലെടുപ്പ് നിർത്തിവെക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം തീരുമാനിച്ചു. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നത്? ഈ വിദഗ്ധ സമിതി എന്നോടുകൂടി നിലവിൽ വരും? ആരൊക്കെയായിരിക്കും സമിതിയിൽ ഉണ്ടാവുക?
അശ്വതി, ഏതായാലും അല്പസമയം മുമ്പാണ് ആലപ്പാട് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത 2 യോഗങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. ആദ്യ യോഗത്തിൽ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ, KMMLന്റെയും IREയുടെയും പ്രതിനിധികൾ, വ്യവസായ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ നിലവിലെ കാര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു ജനപ്രതിനിധികളുടെ യോഗം ചേർന്നത്. ജനപ്രതിനിധികൾ, സ്ഥലത്തെ MLA, അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള പഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിലുള്ള ആ രീതിയിലുള്ള ജനപ്രതിനിധികൾ ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ കൃത്യമായ രീതിയിൽ അവർ അവരുടെ ആശങ്കകൾ, അവിടുത്തെ സാഹചര്യം ഒക്കെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു വിദഗ്ധ സമിതി നിയോഗിച്ച് ആ ഖനനത്തിന്റെ നിലവിലത്തെ സാഹചര്യം, അതോടൊപ്പം തന്നെ അതിന്റെ ആഘാതം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ ഉൾപ്പെടും എന്നുള്ളത് ഉടൻ തന്നെ തീരുമാനം ആകുന്നതായിരിക്കും. ഈ ഒരു വിദഗ്ധ സമിതി ഉടൻ സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതായിരിക്കും. ഈ ഒരു സമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ സീ-വാഷ് നിർത്തലാക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ശാസ്ത്രീയമായിട്ടുള്ള ഖനനം അത് തുടരാൻ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു നിർണായകമായ ഒന്ന്, സമരക്കാരുമായി ചർച്ച നടത്തുന്നതായിരിക്കും സർക്കാർ നേരിട്ട് തന്നെ. കാരണം ആദ്യഘട്ടത്തിൽ അവർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും അവർ സന്നദ്ധത അറിയിച്ചിരുന്നില്ല. ഏതായാലും ഇനി സമരക്കാരുമായി നേരിട്ട് ചർച്ച നടത്താൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വ്യവസായ മന്ത്രി ഇ.പി. ജയരാജനായിരിക്കും നാളെ സമരക്കാരുമായി നേരിട്ട് ചർച്ച നടത്തുക. ഏതായാലും ഈ വിദഗ്ധ സമിതിയുടെ പരിശോധന അത് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുവാൻ വേണ്ടി ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു നിരീക്ഷണ സമിതിയെയും നിയോഗിക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ശാസ്ത്രീയമായ ഖനനം അത് തുടരുന്നതായിരിക്കും. പക്ഷേ സീ-വാഷ് അത് താൽക്കാലികമായി നിർത്തലാക്കാനാണ് നിലവിലിപ്പോൾ ഇന്നത്തെ ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ ഒരു യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന സുപ്രധാന തീരുമാനം. ഷീജയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ശബരിമലയിൽ ദർശനത്തിനെത്തിയ യുവതികളെ നീലിമലയിൽ തടഞ്ഞു. വ്രതമെടുത്ത് ദർശനത്തിനെത്തിയതാണെന്ന് അറിയിച്ചിട്ടും യുവതികളെ നീലിമലയിൽ തടയുകയായിരുന്നു. രേഷ്മ നിഷാന്ത്, ഷാനില സജേഷ് എന്നിവരാണ് ദർശനത്തിനെത്തിയത്. പ്രതിഷേധവുമായി എത്തിയ ഒരു സംഘമാണ് ഇവരെ തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഇവർ മല കയറാനാകാതെ മടങ്ങി. ചൊവ്വാഴ്ച പുലർച്ചെ 4:30യോടെയാണ് കണ്ണൂർ സ്വദേശികളായ 2 യുവതികൾ ശബരിമല ദർശനത്തിനായി പമ്പയിലെത്തിയത്. തുടർന്ന് മലചവിട്ടി മുന്നോട്ട് പോയ യുവതികളെ നീലിമലയിൽ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. 2 യുവതികളടങ്ങിയ 9 അംഗ സംഘത്തെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. ആദ്യം പിന്മാറാൻ തയ്യാറല്ലെന്ന് ഇവർ പോലീസിന് നിലപാട് അറിയിച്ചു. എന്നാൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. കാര്യമറിയാതെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരും സ്ഥലത്ത് തമ്പടിച്ചു. പൂർണ്ണമായും വഴി തടഞ്ഞുള്ള പ്രതിഷേധത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയ തീർത്ഥാടകരും സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകരും കുരുക്കിൽപ്പെട്ടു. ഇത് നീലിമല ഭാഗത്ത് ഏറെ നേരം വലിയ തിരക്ക് സൃഷ്ടിച്ചു. മറ്റ് തീർത്ഥാടകരുടെ സുഗമ ദർശനത്തിന് പ്രതിഷേധം തടസ്സം സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ പോലീസ് യുവതികളുമായി സംസാരിക്കുകയും ഇവരെ പോലീസ് വാഹനത്തിൽ പമ്പയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് പോലീസിന് നേരെയും മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കല്ലേറുണ്ടായി. തുടർന്ന് അക്രമങ്ങളിൽ പങ്കെടുത്ത 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടു. നേരത്തെയും രേഷ്മ നിശാന്ത് ശബരിമല ദർശനത്തിനായി എത്തിയിരുന്നു. അന്നും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങുകയായിരുന്നു. ശബരിമല അടയ്ക്കാൻ 3 നാൾ ശേഷിക്കെ വ്രതാനുഷ്ഠാനമായി ശബരിമലത്തെ യുവതി തടഞ്ഞുകൊണ്ട് സംഘപരിവാർ വീണ്ടും കലാപത്തിന് ശബരിമലയിൽ കോപ്പുകൂട്ടുകയാണ്. എന്നാൽ ഈ കലാപ നീക്കത്തെ മുളയിൽ നിന്നുള്ളാൻ പോലീസിനായി. പമ്പയിൽ നിന്നും ക്യാമറാമാൻ PP സലീമിനൊപ്പം VS അഭിരാം. വ്രതമെടുത്ത് ദർശനത്തിനെത്തുന്നവരായാലും അവരെ തടയുന്നത് അനീതിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി. അക്രമികൾ സ്വയം പിന്തിരിയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പോലീസ് ശബരിമലയിൽ പുലർത്തുന്നത് തികഞ്ഞ സംയമനമാണെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ പാടില്ല. അവിടെ വ്രതശുദ്ധിയോടുകൂടി ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളെ തടയുന്നത് അന്യായമാണ്, അനീതിയാണ്. ഒരു കാരണവശാലും അത് ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോലീസ് അവിടെ വളരെ ആത്മസംയമനം പാലിക്കുകയും ശബരിമല സന്നിധാനത്തിൻ്റെ പവിത്രത സൂക്ഷിക്കണമെന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അവിടെ ഒരു കലാപമുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ടുള്ള അക്രമി സംഘങ്ങൾക്ക് പേക്കൂത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിശ്ചയമായിട്ടും അക്രമത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടി എത്തുന്നതായിട്ടുള്ള ആളുകളാണ് തിരുത്തേണ്ടത്. അവിടെ സ്ത്രീകൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ എത്രയോ പേർ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവര് 7-8 പേരടങ്ങുന്ന സംഘമാണെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ അക്രമികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത്. വാർത്തകൾ തുടരുന്നു. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീകൾക്ക് സ്ഥലം മാറ്റം. സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമ ഉൾപ്പെടെ 4 പേരെയാണ് വിവിധയിടങ്ങളിലേക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത്. സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് സഭയുടെ വിശദീകരണം. എന്നാൽ സ്ഥലം മാറ്റ ഉത്തരവ് പ്രതികാര നടപടിയാണെന്നും കുറവിലങ്ങാട് മഠം വിട്ടുപോകില്ലെന്നും കന്യാസ്ത്രീമാർ
പ്രതികരിച്ചു. വിവരങ്ങളുമായി സിബി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സിബി, പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതൊരു പ്രതികാര നടപടിയാണെന്ന് ഏവർക്കും വ്യക്തമാണ്. ഫ്രാങ്കോയെ രക്ഷിക്കാനുള്ള സഭയുടെ പിന്തുണയോടുള്ള ഒരു നീക്കമായി ഇതിനെ കാണാൻ കഴിയുമോ? അശ്വതി, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത കന്യാസ്ത്രീകളായ അനുപമ, ജോസഫിൻ, ആൽഫി, അൻസിറ്റ് എന്നിങ്ങനെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി മദർ സുപ്പീരിയർ ജനറൽ ഇറക്കിയിരിക്കുന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമയെ പഞ്ചാബിലെ അമൃത്സറിലേക്കും, സിസ്റ്റർ ജോസഫിനെ ജാർഖണ്ഡിലേക്കും, അതോടൊപ്പം തന്നെ സിസ്റ്റർ ആൽഫിയെ ബീഹാറിലേക്കും, സിസ്റ്റർ അൻസിറ്റിയെ കണ്ണൂർ പരിയാരത്തിലേക്കുമാണ് മാറ്റിയത്. ജനുവരി 3-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ സുപ്പീരിയർ റിജിന കടുതോട്ട് അയച്ചത്. ഈ കന്യാസ്ത്രീകൾ സഭാവിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തിയതായി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ കന്യാസ്ത്രീകൾ പരസ്യമായി സമരത്തിലിറങ്ങിയത് സഭാ ചട്ടങ്ങളുടെ ലംഘനമാണ്. സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നും ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ പീഡന പരാതി നൽകിയ ഈ കന്യാസ്ത്രീക്ക് സ്ഥലമാറ്റമില്ല. ഇവർ കുറുടനാട് മഠത്തിൽ തുടരും. ഈ സ്ഥലമാറ്റം ലഭിച്ച കന്യാസ്ത്രീകളോട് 2018 മാർച്ചിൽ ഇതേ സ്ഥലങ്ങളിലേക്ക് പോകാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നെന്നും എന്നാൽ ഇവർ പോകാൻ തയ്യാറായിട്ടില്ലെന്നും ഈ ഉത്തരവിൽ പറയുന്നു. ഇപ്പോഴത്തെ ഈ സ്ഥലമാറ്റം ഒരു സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് സഭയുടെ വിശദീകരണം. അതേസമയം തന്നെ ഈ സ്ഥലമാറ്റ ഉത്തരവ് ഒരു പ്രതികാര നടപടിയാണെന്നാണ് കന്യാസ്ത്രീകൾ തുറന്നടിച്ചത്. കേരളത്തിന് പുറത്തേക്ക് സ്ഥലം മാറ്റിയാൽ തന്നെ ഈ കേസ് ദുർബലമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മതം വിട്ട് പോകില്ലെന്നും ഈ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂടെ ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ഈ കേസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരൊരു സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും ഈ കേസിലെ ഏറ്റവും നിർണായകമായ സാക്ഷികളും മൊഴികളുമാണ് ഈ 4 കന്യാസ്ത്രീമാർ. ഇവരെയാണ് ഇപ്പോൾ കൂട്ടത്തോടെ വിവിധ ഇടങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അശ്വതി, സിബിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൊഴിൽ നഷ്ടപ്പെട്ട ബാർ ഹോട്ടൽ തൊഴിലാളികൾക്ക് പുനരധിവാസ പദ്ധതി മന്ത്രിസഭ അംഗീകരിച്ചു. 2014-15 പുതിയ അബ്കാരി നയം നടപ്പാക്കിയതിനെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട ബാർ ഹോട്ടൽ തൊഴിലാളികളുടെ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി അംഗീകരിച്ചു. സുരക്ഷാ സ്വയം തൊഴിൽ പദ്ധതി എന്ന പേരിലാണ് ഇത് നടപ്പിലാക്കുക. ഈ പദ്ധതിയിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 വർഷത്തേക്ക് 2.5 ലക്ഷം രൂപ ടേം ലോണായും 1.5 ലക്ഷം രൂപ ഗ്രാന്റ് അല്ലെങ്കിൽ സബ്സിഡിയായും അനുവദിക്കുന്നതാണ്. ഈ വായ്പയ്ക്ക് 4% പലിശ. 5 വർഷത്തിനുള്ളിൽ മാസഗഡുക്കളായി വായ്പ തിരിച്ചടയ്ക്കണം. തൊഴിൽ പദ്ധതി നടത്തുന്നതിന് ആവശ്യമായ പരിശീലനം വ്യവസായ പരിശീലന വകുപ്പ് നൽകും. IAS ഉദ്യോഗസ്ഥരുടെ അലവൻസ് വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ശബരിമലയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പ്രധാനമന്ത്രിയുടെ പദവിക്ക് ചേരുന്നതല്ല, മറിച്ച് RSS പ്രചാരകന് ചേരുന്നതാണ് മോദിയുടെ പ്രസംഗമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്നത് മോദിയുടെ സ്വപ്നം മാത്രമാണെന്നും മധ്യപ്രദേശിലടക്കമുണ്ടായ പരാജയം മറച്ചുവെക്കാനാണ് ത്രിപുരയുടെ പേര് പറഞ്ഞ അണികളെ ആവേശത്തിലാക്കുന്നതെന്നും കോടിയേരി തലശ്ശേരിയിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഇന്നലെ കൊല്ലത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും പ്രധാനമന്ത്രിയുടെ പദത്തിന് യോജിക്കാത്തതുമാണ്. ഒരു RSS പ്രചാരകന്റെ നിലയിലാണ് ഇന്നലെ പ്രധാനമന്ത്രി കൊല്ലത്ത് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. ശബരിമല സുപ്രീം കോടതി വിധി നടപ്പാക്കിയതിനെ പരാമർശിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ പ്രധാനമന്ത്രി വിമർശിക്കുകയുണ്ടായി. സുപ്രീം കോടതിയുടെ വിധിയാണ് നടപ്പാക്കാൻ കേരള ഗവൺമെന്റ് ശ്രമിച്ചത്. ഭരണഘടനാ ബെഞ്ചിൻ്റെതാണ് ആ വിധി. അത്തരമൊരു വിധി നടപ്പാക്കിയതിനെയാണ് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധിതപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം
എന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും അധികാരമേൽക്കുന്നത്. ആ സത്യപ്രതിജ്ഞയുടെ നഗ്നമായ ലംഘനമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ പരാമർശം. ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിക്കാത്തത് കൊണ്ടാണ് കൊല്ലം ബൈപ്പാസ് പരിപാടിയിൽ താൻ പങ്കെടുക്കാതിരുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ മെട്രോയിൽ കയറിയ കുമ്മനത്തിന്റെ അവസ്ഥയാകുമായിരുന്നുവെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട് പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. എനിക്ക് മറ്റൊരു കാര്യത്തിലും ആഹ്ലാദമുണ്ട്. ഇന്നലത്തെ പരിപാടി, കൊല്ലത്തെ പരിപാടി, ആ പരിപാടി 2 പരിപാടി ഉണ്ടായിരുന്നു കൊല്ലത്ത്. ഒന്നിൽ ഞാൻ പോയില്ല. ഞാൻ ഔദ്യോഗികമായി ആരും അല്ലാത്തത് കൊണ്ട് എന്തിനവിടെ പോകണം? ഇനി ആരെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കണ്ട. പണ്ട് കുമ്മനം ട്രെയിനിൽ കയറിയത് വാർത്തയായതുപോലെ അത് ഒഴിവാക്കേണ്ടത് കൊണ്ട് ഞാൻ അവിടേക്ക് നാഷണൽ ഹൈവേയുടെ പരിപാടിക്ക് ഞാൻ പോയില്ല. പ്രധാനമന്ത്രിയുടെ പരിപാടിയിലുണ്ടായ പ്രോട്ടോകോൾ ലംഘനത്തിൽ ശക്തമായ പ്രതിഷേധമെന്ന് ചെന്നിത്തല. കേരളത്തെ വഞ്ചിച്ച മോദി കഴിവുണ്ടെങ്കിൽ കേരളത്തിൽ മത്സരിക്കണമെന്ന് വെല്ലുവിളിക്കുന്നതായും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ആവർത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ കേരള സന്ദർശനം ഒരു വൻ പരാജയമായിരുന്നു. നരേന്ദ്രമോദി എന്തിനാണ് അവിടെ വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. നരേന്ദ്രമോദിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ വന്ന് മത്സരിക്കട്ടല്ലേ അദ്ദേഹം? കേരളത്തിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ. ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ നരേന്ദ്രമോദിക്കും RSSനും BJPക്കും കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ BJPയെയും RSSനെയും വിശ്വസിക്കാത്തത്. കേരളം കേരളമാണ്. കേരളത്തിലെ പുരോഗമന വിശ്വാസികളും മതേതര വിശ്വാസികളുമായ ജനങ്ങൾ ഒരു കാരണവശാലും RSSനും BJPക്കും അവിടെ വളരാനുള്ള അവസരം കൊടുക്കില്ല. മുനമ്പം മനുഷ്യക്കടത്തിൽ 8 പേർക്ക് കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് നൽകിയത് ഒരു ഏജന്റ്. ദില്ലി സദർ ബസാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ത്രീയാണ് ടിക്കറ്റ് എടുത്ത് നൽകിയത്. കമ്മീഷന് വേണ്ടിയാണ് ടിക്കറ്റ് എടുത്ത് നൽകിയതെന്ന് ചോദ്യം ചെയ്യലിൽ സ്ത്രീ പോലീസിനോട് പറഞ്ഞു. അംബേദ്കർ നഗർ കോളനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്തു വിൽപ്പനക്കാരനെയും പോലീസ് ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ദില്ലി സദർ ബസാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജന്റായ സ്ത്രീയാണ് മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നു എന്ന് സംശയിക്കുന്ന ദില്ലി സ്വദേശികൾക്ക് ഇപ്പോൾ കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്തു നൽകിയത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇവരെ അന്വേഷണ സംഘം ഇന്നലെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കമ്മീഷന് വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ടിക്കറ്റ് എടുത്തു നൽകിയത് എന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ സ്ത്രീ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ നിരവധി പേർ ദില്ലി അംബേദ്കർ കോളനിയിൽ നിന്നും കഴിഞ്ഞ മാസങ്ങളിലായി സ്ഥലം വിറ്റുകൊണ്ട് വിദേശത്തേക്ക് കടന്നതായും സൂചന ലഭിച്ചിരുന്നു പോലീസിന്. ഇത് സംബന്ധിച്ച് അംബേദ്കർ നഗർ കോളനി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വസ്തു വിൽപ്പനക്കാരൻ സോനുവിന് ബന്ധമുണ്ട് എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അതിനാൽ തന്നെ സോനു ഇത്തരത്തിൽ നാടുവിടുന്നവർക്ക് സ്ഥലക്കച്ചവടത്തിന് വേണ്ടി സഹായം നൽകിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിനായി പോലീസ് സോനുവിന്റെ വീട്ടിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തിയെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ അവിടെ സ്ഥലം വിട്ടതായാണ് അദ്ദേഹത്തിന്റെ പിതാവ് വ്യക്തമാക്കിയത് പോലീസിനോട്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി ആദ്യം വിദേശത്തേക്ക് കടന്ന ആളുകൾ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കാണിച്ചുകൊണ്ട് നാട്ടിലേക്ക് കോളനിയിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയും അത്തരത്തിൽ കൂടുതൽ ആളുകളെ നാടുകടക്കാനായി ക്യാൻവാസ് ചെയ്തതായും പോലീസിന് അന്വേഷണത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്നും ഇന്നലെ എത്തിയ അന്വേഷണ സംഘം ഇതുമായി മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശരത് നൽകിയത്. സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ കഥാവശേഷനായി. ഇന്നലെയും ഇന്നുമായി ആയിരങ്ങൾ നൽകിയ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് തലസ്ഥാന നഗരി പ്രിയ സംവിധായകന് വിട ചൊല്ലിയത്. ആദ്യം യൂണിവേഴ്സിറ്റി കോളേജിലും കലാഭവൻ തിയേറ്ററിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ജീവിതത്തിന്റെ എല്ലാ ടേക്കുകളും എടുത്ത ശേഷം വിശ്രമിക്കാൻ കിടക്കുന്നത് പോലെ ലെനിൻ രാജേന്ദ്രൻ നിശ്ചലനായി കിടന്നു. ഒരിക്കലും ഉണരാത്ത ആ ഉറക്കം ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ലാത്ത ഡയറക്ടർ ക്യാപ്പ് അപ്പോഴും ലെനിന്റെ തലയിലുണ്ടായിരുന്നു. പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിൽ നിന്നും ആദ്യം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക്,
സ്നേഹിതരും വിദ്യാർത്ഥികളും അന്ത്യാഭിവാദ്യം നൽകി. ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തോട് യാത്ര ചോദിച്ച് ലെനിൻ പടിയിറങ്ങി. പിന്നെ തന്റെ കർമ്മമേഖലയായ വഴുതക്കാട്ട ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക്. കലാഭവൻ തിയേറ്ററിലെ തിരശീലയ്ക്ക് സമാന്തരമായി പാതിയിൽ മുറിഞ്ഞുപോയൊരു സിനിമാ കഥ പോലെ കഥാവശേഷനായി ലെനിൻ കിടന്നു. സിനിമാ തിയേറ്ററിലെ സ്പീക്കറിലൂടെ ലെനിന്റെ സിനിമയിലെ ഗാനങ്ങൾ അപ്പോഴും ഒഴുകി വന്നു. സംസ്ഥാന മന്ത്രിമാരും സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രമുഖരും മുതൽ അതിസാധാരണക്കാർ വരെ പ്രിയ സംവിധായകന് അന്തിമോപചാരമർപ്പിച്ചു. സെല്ലുലോയിഡിനോട് എന്നേക്കുമായി വിട ചോദിച്ചുകൊണ്ട് 1:45 തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് പ്രിയ കൂട്ടുകാരൻ കവി മധുസൂദനൻ നായരുടെ നേതൃത്വത്തിൽ കവിത ആലപിച്ചുകൊണ്ട് യാത്രാമൊഴി ചൊല്ലി. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു സർക്കാർ ലെനിന് വിട നൽകിയത്. അടുത്ത ബന്ധുക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു. വേനലായി, മഴയായി, മകരമഞ്ഞായി ഋതുപരിണാമങ്ങളെ സിനിമാ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന സംവിധായകന്റെ ദേഹം അഗ്നി ഏറ്റുവാങ്ങി. കേരളി ടിവിക്ക് വേണ്ടി ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരൻ, മുഹമ്മദ് ആരിഫ്, ഉണ്ണിച്ചെറിയാൻ, വി സുനിൽ എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. നീ തന്ന ജീവിതം, നീ തന്ന മരണവും നീ കൊണ്ടുപോകുന്നു സന്ധ്യേ. അവസാനം 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 ഈ യാത്ര അവസാനം അവസാനമല്ലോ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. കോൺഗ്രസും BJPയും MLAമാരെ പാർപ്പിച്ചിരിക്കുന്ന രഹസ്യ സങ്കേതങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. 5 കോൺഗ്രസ് MLAമാർ താമസിക്കുന്ന മുംബൈയിലെ ഹോട്ടലിൽ കർണാടക പോലീസ് പരിശോധന നടത്തിയേക്കും. കർണാടക, മുംബൈ, ദില്ലി എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് JDS കോൺഗ്രസ് സഖ്യ സർക്കാരിനെതിരായ നീക്കങ്ങൾ സജീവമായിരിക്കുന്നത്. സ്വന്തം MLAമാർ മറികണ്ഠം ചാടാതിരിക്കാൻ BJP 2 ദിവസം മുമ്പ് മുഴുവൻ പേരെയും ദില്ലി ഹരിയാന അതിർത്തിയിലെ ഗുരുഗ്രാമിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിച്ചിരുന്നു. ഹോട്ടലിന് ചുറ്റും ഇന്നലെ അർദ്ധരാത്രി മുതൽ സുരക്ഷ ശക്തമാക്കി. കർണാടകയിലെ വിവിധ സങ്കേതങ്ങളിലാണ് കോൺഗ്രസ് JDS MLAമാർ ഉള്ളത്. മുംബൈയിൽ കോൺഗ്രസിന്റെ 5 വിമത MLAമാർ BJP നേതാക്കൾക്കൊപ്പമുണ്ട്. ഇത് കോൺഗ്രസിന്റെ ആശങ്ക കൂട്ടുന്നു. ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ കർണാടക പോലീസ് പരിശോധന നടത്തിയേക്കും. മഹാരാഷ്ട്ര പോലീസിന്റെ സഹായത്തോടെ ഇത് തടയാനാണ് നീക്കം. ഹോട്ടലിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. അതേസമയം ഇപ്പോൾ നടക്കുന്ന കുതിരക്കച്ചവടത്തിൽ ആശങ്കയില്ലെന്നാണ് മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ നിലപാട്. BJP MLAമാരെ കുറുമാറ്റിക്കാനും ശ്രമം സജീവമായിട്ടുണ്ട്. 2 സ്വതന്ത്ര MLAമാർ ഇന്നലെയാണ് കർണാടക സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.